സാറ് SDPIയുടെ നേതാവ് MK ഫൈസി അറസ്റ്റിലായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PC ജോർജ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് സാർ PC ജോർജ് പറയുന്നത്? PC ജോർജ് പറഞ്ഞ കാര്യം ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം പറയാം. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഇവിടെ LDF ആയാലും UDF ആയാലും പിന്നെ ഇവരെ രണ്ടുപേരെയും പിന്താങ്ങി നടക്കുന്ന കുറേ സാംസ്കാരിക നായകരും ഒക്കെ തന്നെ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. അത് വലിയ ജനാധിപത്യ ധ്വംസനമാണ്, മോദിയുടെ ഫാസിസമാണ്, ഭരണകൂട ഭീകരത, ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അവർ വിളിച്ച മുദ്രാവാക്യവും അവരിവിടെ ഉണ്ടാക്കിയ ഭീകരതയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ പ്രവർത്തന മേഖല ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവരെ നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു അവതാരമായ SDPI, ആ SDPIയുടെ നേതാവ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ ഓഫീസുകളിലും മറ്റുമൊക്കെ റെയ്ഡും ഒക്കെ നടന്നു. ഇതിനെതിരെ LDFO UDFO ഇവരെ പിന്താങ്ങുന്ന സാംസ്കാരിക നായകരോ എന്ത് ചെയ്തിട്ടില്ല, ഒരക്ഷരം പോലും വേണ്ടി രംഗത്ത് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ഇവർ ചോദ്യം ചെയ്തിട്ടില്ല, EDയെ ചോദ്യം ചെയ്യുന്നില്ല. മറ്റേ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെ അതുപോലെ തന്നെ EDയെയും ഒക്കെ തന്നെ ഇവർ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോൾ ഫൈസയുടെ കാര്യത്തിൽ ഇവർക്കാർക്കും അനക്കമില്ല എന്നുള്ളതാണ്. ഈ SDPIക്ക് ഈ രണ്ട് കൂട്ടരുടെയും സഹായം കിട്ടിയിട്ടുണ്ട്, മാറിയും മറിഞ്ഞും. രണ്ടു കൂട്ടരും കൂടി SDPIയെ തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും SDPIയെ ഏത് ഭാഗത്ത് നിന്നു SDPIയുടെ എത്രത്തോളം വോട്ട് അങ്ങോട്ടേക്ക് കിട്ടി എന്നുള്ളതും കൃത്യമായിട്ട് UDFന് അറിയാം. അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടുകളെ കുറിച്ച് കൃത്യമായിട്ടറിയാം. SDPI ആണ് പാലക്കാട് ആദ്യം ആഹ്ലാദ പ്രകടനം തന്നെ നടത്തിയത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം. അപ്പോൾ ആരാര് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്? ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തും മലപ്പുറത്തും പ്രധാനപ്പെട്ട ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ബീഹാറിലെ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇവർക്ക് ഒരക്ഷരം പോലും പറയാനില്ല. ഇത് പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, PC ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. PC ജോർജ് കൊടുത്തിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 2 വർഷക്കാലയളവിൽ കള്ളക്കേസിൽ പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി എന്നെ 3 തവണ അറസ്റ്റ് ചെയ്തു. ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിന് വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി എന്നെ തീർത്ത് കളയാനും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും കൂടെ വന്നു. കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവരെല്ലാം മുൻപിൽ ഉണ്ടായിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ദേശീയ നേതാവിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് മടി. വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവർ, മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ, ഹമാസിനെ വെള്ളപൂശുന്നവർ, ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നറിയാം. എന്നാലും കേരളത്തിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ തൻ്റെ ഇടമുണ്ടോ? ഞാൻ പരസ്യമായി SDPI കൊടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇടത്തോടെ പരസ്യമായി അവരെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. എത്ര രാഷ്ട്രീയക്കാർ ആ തൻ്റെ ഇടം കാണിക്കുമെന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെയാണ് PC ജോർജിൻ്റെ നട്ടല് പിന്നെ ഈ നിൽക്കാൻ മാത്രമുള്ളതല്ല എന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് PC ജോർജ് SDPIയെ കൊണ്ട് നടന്നിട്ടുണ്ട്, അവരുടെ കൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം
എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവരെ തള്ളി. അതാണല്ലോ പൂഞ്ഞാറ് മുഴുവൻ പിന്നെ PC-ക്ക് എതിരെ തിരിഞ്ഞത്. ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറഞ്ഞത് PC ജോർജ്? ആ പറഞ്ഞതിൻ്റെ പേരിൽ വെച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പിന്നെ കുരുക്കിട്ട് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പോലും കൊടുക്കാത്ത രീതിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതെന്തൊരു ആഹ്ലാദ പ്രകടനമാണ് നടത്തിയത്. ഇപ്പോൾ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിൽ അവർക്കൊന്നും മിണ്ടാനില്ല. പക്ഷേ അവിടെയാണ് ഇനിയിപ്പോൾ കാര്യം മാറാൻ പോകുന്നത്. SDPI രംഗത്ത് നിൽക്കുകയാണ്. അവർക്ക് രോഷമായി. ഈ രണ്ടു പേർക്കും ഞങ്ങൾ കാലാകാലങ്ങളിൽ സഹായം നൽകിയിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രതിഷേധം എങ്കിലും ഇവർ രേഖപ്പെടുത്താത്ത എന്താണ്? LDF ആയാലും UDF ആയാലും അവർ രണ്ടുപേരും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഇവരെ രണ്ടുപേരെയും പിന്തുണയ്ക്കുന്ന കുറെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, അവരും SDPIയുടെ കാര്യത്തിൽ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ അവരുടെ സാംസ്കാരിക നായകർ പിന്നെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്വിച്ചിടണം. ഇടത് സഹയാത്രികരായിട്ടുള്ള സാംസ്കാരിക നായ്ക്കൾ കുറയ്ക്കണമെങ്കിൽ AKG സെന്ററിൽ നിന്ന് സ്വിച്ചിടണം. UDFിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നട്ടലുള്ളതൊന്നും അല്ല, അവിടെ വലിയ സാംസ്കാരിക നായകന്മാരൊന്നും ഇല്ല. എന്നാലും അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അവരും കുറയ്ക്കാൻ തുടങ്ങത്തുള്ളൂ. അവരും കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത് കൂടാഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഈ മതേതര മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളതാണ്. മതേതര മുഖം മൂടി അണിഞ്ഞു നിന്നിട്ടുള്ള ഇവർ അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ തീവ്ര സ്വഭാവത്തോടു കൂടിയവരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ റെയ്ഡ് നടത്തുകയും ചെയ്തത്. അവർ വലിയ മൗലികവാദ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഈ അറസ്റ്റിനെ പിന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ തന്നെ ഇവരുടെ കുറേ SDPIയുടെ കുറേ അനുകൂലിക്കുന്ന ചില സാംസ്കാരിക നായകരുടെ ഒരു സംയുക്ത പ്രസ്താവന ഇവരങ്ങ് ഇറക്കി. കാരണം ഇവരെ മുഖ്യധാരയിലുള്ളവരായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇല്ല, മുഖ്യധാരയിലുള്ളതായിട്ടില്ല. ഇവരെ സഹായിക്കേണ്ടവർ, അല്പമെങ്കിലും സഹായിക്കേണ്ടവർ ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ UDF ആണ് കുറച്ചെങ്കിലും സഹായം വേണ്ടത്. അല്ല, പാലക്കാടും വയനാടും ഒക്കെ അവർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. LDFനും കിട്ടിയിട്ടില്ലേ മുൻകാലങ്ങളിലെ? 2021 നിയമത്തൊക്കെ സംഭവിച്ച അതാണല്ലോ. ഇപ്പൊ അത് കിട്ടാത്തത് കൊണ്ടല്ലേ പിണറായി വിജയൻ വയനാട്ടിൽ ചെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന് തീവ്രവാദികളുടെ വോട്ടും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്, ലീഗിനും അതേ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ്. PC ജോർജ് കൂടി അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു രൂപം തന്നെയാണ് SDPI. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ആ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് SDPIയുടെ അനുകൂലിക്കുന്ന ഗ്രോവാസും ഒക്കെ ഉണ്ട്. അങ്ങനെ LDFും ഗ്രോവാസു ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയുടെ ഒരു വലിയ സഹയാത്രികനാണ്. പിന്നെ ചെക്കുട്ടി ഒക്കെയും തന്നെയും ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അതെ, ഈ രണ്ട് പേരും അതായത് LDFും UDFും കൈവിട്ടതോടുകൂടി തന്നെ ഇവർക്കൊരു സ്വയരക്ഷ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു സാംസ്കാരിക നായകന്മാരെന്നൊക്കെ കാണുന്ന, അവർ വിശേഷിപ്പിക്കുന്ന കുറേ പേരുടെ പേര് ചേർത്ത് ഒരു സംയുക്ത പ്രസ്താവനയൊക്കെ അങ്ങ് പുറപ്പെടുവിച്ചു. കാരണം ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ. പക്ഷേ ഇനിയിപ്പോൾ SDPI ഇവരെ ഏതെങ്കിലും തരത്തിൽ പകരം വീട്ടാനും നോക്കുമെന്നുള്ളതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റും വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവരുടെ ഭാവി ഇവരേത് തരത്തിലും അവരോടുള്ള സമീപനം എന്നുള്ളതാണ്. പല പഞ്ചായത്തുകളും നിലവിൽ LDFും അല്ലെങ്കിൽ UDFും ഭരിക്കുന്നത് ഈ SDPI ഒരംഗം അല്ലെങ്കിൽ രണ്ടംഗങ്ങളുള്ള SDPIയുടെ പിന്തുണയോടുകൂടിയാണ്. അതൊക്കെ ഇപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സംഭവിക്കാൻ, എന്ത് സംഭവിക്കും, ജനങ്ങൾ ഇനി ഇതിനെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക, ഈ പറയുന്നത് പോലെ SDPI സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിക്കുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും നമ്മുടെ PC ജോർജ് വളരെ കൃത്യമായിട്ട് തൻ്റെ നട്ടലിൽ പണയം വയ്ക്കാതെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം SDPIയും പോപ്പുലർ ഫ്രണ്ടും നിരോധിക്കപ്പെടേണ്ട സംഘടനകൾ തന്നെയാണ് എന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം തുടരുകയാണ്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്ക് PC വളരെ ശക്തമായിട്ട് ഇവർക്കെതിരെ
ഇനിയും രംഗത്ത് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.